ഇന്ന് നമുക്ക് ഗ്ലൂക്കോസ് ടെസ്റ്റ് ആണ്. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. ഗ്ലൂക്കോസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ശരത്തേട്ടൻ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു രാവിലെ. പല പ്രഗ്നന്റ് ലേഡീസും പറഞ്ഞു കേട്ടിട്ട് എനിക്ക് പേടി തോന്നിയൊരു ദിവസമാണ് ഈ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉള്ള ദിവസം. പലരും വൊമിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് വാളയുടെ തുണിയാർച്ചയാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഫാർമസിയിൽ നിന്ന് ഗ്ലൂക്കോസ് ഒക്കെ മേടിച്ച് ലാബിലേക്ക് പോയി. ഗ്ലൂക്കോസ് വാട്ടർ കുടിക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ബ്ലഡ് എടുത്തു. എന്നിട്ട് അവർ ഗ്ലൂക്കോസ് കലക്കി എന്റെ കയ്യിൽ തന്നു. കണ്ടപ്പോൾ ഒരു പേടി തോന്നിയെങ്കിലും സർപ്രൈസിംഗ്ലി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ നല്ല കൂളായിട്ട് വാട്ടറൊക്കെ കുടിച്ചു. ബട്ട് എനിക്ക് പണി കിട്ടിയത് അതിന് ശേഷമാണ്. 2 മണിക്കൂറിന് ശേഷം വീണ്ടും ബ്ലഡ് കൊടുക്കണം, അതുവരെ ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. ശിവനെ, അത് കേട്ടത് എന്റെ കിളി പറന്നു പോയി. അങ്ങനെ ഫൈനലി 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ബ്ലഡ് കൊടുത്തപ്പോൾ ഒരു ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ നേരെ അവരുടെ ക്യാൻറ്റീനിലേക്ക് ഓടി. ബട്ട് ആർത്തി മൂത്ത് ഭ്രാന്തായിരുന്നു എനിക്ക്. അവിടുത്തെ സ്നാക്സ് ഒന്നും പിടിച്ചില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി. ശരത്തേണി കൊണ്ടുവരുന്നത് രാവിലെ ഉണ്ടാക്കി കൊണ്ടുവന്ന ജ്യൂസാണ്. ജ്യൂസ് കുടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡിമാൻഡ്, അതിൽ ഐസ് വേണമെന്ന്. സുഖമില്ലാത്ത കുട്ടിയിലെ നിർത്തി ശരത്തേട്ടൻ ഒന്നും മിണ്ടാതെ ആ കടയിൽ നിന്ന് തന്നെ ഐസ് മേടിച്ചിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് ഡോക്ടറെ കാണാനുള്ള നിപ്പാണിത്. ഡോക്ടറെ കണ്ടു. അതിനുശേഷം ഫാർമസിയിൽ ടോക്കണൊക്കെ എടുത്ത് കാത്തിരിപ്പായി. അങ്ങനെ ഞങ്ങളുടെ ടോക്കൺ നമ്പർ ആ ഡിസ്പ്ലേയിൽ തെളിഞ്ഞു വന്നതും ശരത്തേട്ടൻ എണീറ്റ് ഫാർമസിയിലേക്ക് പോയി മെഡിസിനൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. നിങ്ങളുടെ ഗ്ലൂക്കോസ് ടെസ്റ്റ് ഇതുപോലെ എളുപ്പമായിരുന്നോ അതോ നിങ്ങൾ വാളെടുത്ത ഉണ്ണിയാർച്ചയായിരുന്നോ? കമൻറ്റ് ചെയ്യട്ടോ.